സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധുനായർ ഇവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്നും പല വക കാര്യങ്ങൾ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആദ്യമായിട്ടിന്ന് പത്രവാർത്തയിൽ കണ്ട ഒരു കാര്യം, കൊല്ലത്ത് ESI കോർപ്പറേഷൻ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനായിട്ട് കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് ചെലവ് ESI കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുമതി വേണം. അത് ഒരു വിധത്തിലും കൊടുക്കില്ല. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് അവിടുത്തെ MP തന്നെ വളരെ പരസ്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ കുറച്ച് പ്രൈവറ്റ് മാനേജ്മെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. അവരിന്നൊക്കെ കോഴ പറ്റിയിട്ട് സർക്കാർ ഇത് വെച്ച് ചവിട്ടുകയാണെന്നുള്ളതാണ്. ഈ ഒരു പ്രവണത എസ്പെഷ്യലി ആരോഗ്യ മേഖലയിൽ എത്രത്തോളം നിഷേധാത്മകമാണ് ആ വികാരം. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ ജനറൽ ഹോസ്പിറ്റൽ എത്രയോ കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശസ്തമായ സേവനം നടത്തിക്കൊണ്ടുവരുന്ന ഈ മെഡിക്കൽ കോളേജ് ഈ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആക്കുവാനായിട്ട് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് തീരുമാനമുണ്ടായത്. കാരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരു 10-500 മെഡിക്കൽ സ്റ്റുഡൻസിനെങ്കിലും എടുക്കത്തക്ക വിധത്തിലുള്ളതുകൊണ്ട്, പക്ഷേ ഒരു വിധത്തിലും ആ മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഈ പറയുന്ന എന്താ പറയണ മെഡിക്കൽ കോളേജ് പ്രൈവറ്റായിട്ട് നടത്തുന്നവരുടെ ഇൻഫ്ലുവൻസ് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് ഇത് കുറച്ച് കഷ്ടമാണ്. ഇവിടെ വളരെ വലിയ എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇത് നടക്കുന്നത്. അതിലുള്ള എൻ്റെ എന്താ പറയണ ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ കേന്ദ്ര ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ ഒരു പ്രളയം തന്നെ ഉണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, ജനറലി ഇവിടെ നികുതി പിരിക്കുന്നതിലുള്ള ഒരു എന്താ പറയണ സർക്കാരിൻ്റെ ഒരു വിമുഖത. 143 കോടിയോ എന്തൊക്കെ ഉണ്ട് ഇന്ത്യൻ പോപ്പുലേഷൻ. അതിൽ നല്ല വിഭാഗം മിനിമലായിട്ട് ആക്ച്വലി ഒരു സിംബോളിക്കലായിട്ട് 1 രൂപ എങ്കിലും ടാക്സ് കൊടുക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയ ഈ നാടിൻ്റെ ധനകാര്യം എത്രയോ മെച്ചപ്പെടുമായിരുന്നു. അതനുസരിച്ചിട്ട് ഇപ്പം ബാക്കി പല രാജ്യങ്ങളിലുള്ളതുപോലെ വയസ്സാവുമ്പോൾ ഉള്ള കംപ്ലീറ്റ് പ്രൊട്ടക്ഷനും സർക്കാരിന് തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടിയുള്ള പണം സമാഹരിക്കേണ്ടത് ആയ കാലത്ത് അവരെ നികുതി പിരിക്കുക എന്നുള്ളത്. ഈ ഒരു ഫിലോസഫി ഒരു തരത്തിലും കലാകാലങ്ങളിലുള്ള ഒരു സർക്കാരിനും മനസ്സിലാകാത്തതുകൊണ്ടാണോ അത് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതല്ല മറ്റിടങ്ങളിലൊക്കെ നടക്കുന്നത്. ഇപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയണം, നികുതി വളരെ വലിയ കൂടുതലാണ്. അമേരിക്കയിലും ഇത് തന്നെ. ഇവിടുത്തെ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ 1% കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കാലത്തും സന്തവ്യമല്ല. ഇതിനൊരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ വീണ്ടും ഒരു ചെറിയ കാര്യം, ഇടയ്ക്ക് ഉണ്ടായ പത്മ അവാർഡ് ഒരു പർട്ടിക്കുലർ എന്താ പറയുക ജാതി സംഘടനയുടെ നേതാവിന് കൊടുത്തത് ആക്ഷേപം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അതുമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് അഖിലേന്ത്യാ പ്രശസ്തിയാൽ നർത്തകി പത്മിനി. ലളിത പത്മിനിമാരെന്നൊക്കെ കേടാതെ കാണില്ലല്ലോ. പത്മിനിക്ക് അന്ന് ഒരു ദേശീയ അവാർഡ്, പത്മ അവാർഡ് കൊടുക്കുവാനായിട്ടുള്ള ഒരു പ്രശ്നം വന്നത് ഇൻകം ടാക്സിലെന്തോ ചില്ലറ അപാകതകളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവർക്ക് ഒരിക്കലും ആ അവാർഡ് കൊടുത്തില്ല. അങ്ങനെ ഒരു ചരിത്രമുള്ളതാണ്. ഇപ്പോൾ ക്രിമിനൽ കേസ് പോലുള്ള ആളുകൾക്ക് ഈ അവാർഡ് കൊടുക്കുന്നത് ഇതിങ്ങനെ അതപ്പതിച്ചത് തീരെ എന്താ പറയണ ഒരു തരത്തിലും ക്ഷമിക്കാവുന്ന കാര്യമല്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സൂചനകൾ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വലിയ വാർത്തയാണ് നായർ ഈഴവ ഐക്യം. ഇത് 2 ജാതികൾ, മോൽ ജാതിയിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന നായരും കീഴ്ജാതിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈഴവരും കൂടി ഒരുമിക്കണമെന്ന് ഇന്നൊന്നിൽ തുടങ്ങിയതല്ല. 950 മറ്റോ ആണെന്ന് തോന്നുന്നു. ഇതിനൊരു വലിയ സംരംഭം ആക്ച്വലി മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടി അവർ വലിയ സമ്മേളനം കൊല്ലത്ത് വിളിച്ചു കൂട്ടി. അതിൻ്റെ
മുന്നോടി എന്നോണം മന്നം സുപനാഭ പിള്ള എന്നുള്ള പിള്ള എന്നുള്ള പേര് അതുപോലും മാറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു അവസാന നിമിഷത്തിൽ ആർ ശങ്കർ CPIയുടെ സ്വാധീനത്തിൽ നിന്ന് മാറിയെന്നോ. ഇതിലുള്ള സാങ്കേതിക തടസ്സമാണ് പലരും മനസ്സിലാക്കാത്തത്. കാരണം ഈഴവ എന്നുള്ളത് OBC പെട്ടതാണ്. അപ്പോൾ നായരും ഈഴവനും കൂടി ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈഴവരുടെ ആ സ്റ്റാറ്റസ് പോകും, അല്ലെങ്കിൽ നായന്മാർക്ക് ഈ സ്റ്റാറ്റസ് കിട്ടും. ഈ ജാതി എന്ന് പറയുന്നത് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്ന ജന്മന ഉണ്ടാകണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. അപ്പോൾ ഇത് തമ്മിൽ ഈ യോജിക്കുന്ന ഒരു സമ്പ്രദായം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. പിന്നെ വേറൊരു കാര്യമുള്ളത്, പ്രധാനമായിട്ട് സംവരണ കാര്യത്തിലും ജാതി സെൻസസിന്റെ കാര്യത്തിലേക്ക് രണ്ട് സംഘടനകളും രണ്ട് ധ്രുവങ്ങളിലാണ്. പിന്നെ ഇത് ഒരുമിച്ചൊരു ഐക്യം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ പലർക്കും ഇതിനെക്കുറിച്ചുള്ള എന്താ പറയുക സംശയങ്ങളുണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വേറൊരു കാര്യം. പിന്നെ ഇവിടെ ജനങ്ങൾ എപ്പോഴും പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ് റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെതിരായിട്ട് സമരം ചെയ്യുകയും, ഇത് ഈ പറയുന്ന പോലെ നികുതി കൊടുക്കുവാനായിട്ടുള്ള വിമുഖതയുടെ വേറൊരു വശമാണിത്. അപ്പം കാർ ഓട്ടിക്കണം, റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പണം വേണം. എല്ലായിടത്തും മിക്ക രാജ്യങ്ങളിലൊക്കെ ടോള് പിരിക്കാതെ അതിന്റെ പണം കൊണ്ട് മാത്രമാണ് അതിന്റെ ഈ റോഡിന്റെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്നത്. ഇവിടെ ഇതിന് ശ്രമിക്കുമ്പോൾ അത് എടുത്തു കളയുക, അതൊരു എന്താ പറയണ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു സമ്പ്രദായമല്ല, ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ടോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് സാധാരണക്കാരന് കൊടുക്കാൻ ഒക്കാത്തതിനേക്കാളും വളരെ ഭീമമായ ടോളുകളാണ് ഇടപാട്. അതായത് ഒരു തരത്തിലും ഇതൊരു പ്രായോഗികമായ രീതിയിൽ കൊണ്ടുവരുവാനായിട്ടുള്ള സമ്പ്രദായങ്ങൾ എന്തുകൊണ്ട് ഉരുത്തിരിയുന്നില്ല ഭരണകൂടത്തിൽ നിന്നുള്ളത് ഞാൻ അതിശയിക്കുകയാണ്. ഇപ്പോൾ വേറൊരു വലിയ സംവാദം നടക്കുന്നത് പാർലമെന്റ് 2 ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ സമീപിച്ചിരിക്കുകയാണ്. അതായത് റിട്ടയർഡ് ചെയ്ത ഒരു ജനറൽ പുസ്തകത്തിൽ എഴുതി പോലും ഒരു പർട്ടിക്കുലർ ക്രൂഷ്യൽ ടൈമിൽ ഇന്ത്യൻ പ്രതിരോധ സംരംഭം, അതായത് ഇന്ത്യൻ രാജ്യരക്ഷാ മന്ത്രിയൊക്കെ ആക്ട് ചെയ്തില്ല. അതിന്റെ പേരിൽ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറെ അടിയൊഴുക്കുകളുണ്ട് എന്നുള്ളത് എനിക്കും സംശയമുള്ള കാര്യമാണ്. കാരണം ഈ ട്രേഡ് ടാക്സും എല്ലാം നടക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സർപ്ലസ് ആയി ചൈനീസ് ഇമ്പോർട്ട്സ് ഇവിടെ ഉള്ളത് കണ്ണു തള്ളിപ്പിക്കുന്ന വിധത്തിലാണ്. പക്ഷെ അതിനെതിരായിട്ടൊന്നുമില്ല. അമേരിക്കയുമായിട്ട് അവർ കാണിക്കുന്ന എന്താ പറയുക ഒരു അതിസാമർഥ്യം ഉണ്ടല്ലോ, ഇന്ത്യയെ ചെൽപ്പടിയെ നിർത്തുക. ഇപ്പൊ എന്തൊക്കെ ഡീലുകൾ ഉണ്ടായിരിക്കുന്നു അതിന്റെ തന്നെ പൂർണ്ണ വിവരങ്ങളില്ല. പക്ഷേ ഈ റിട്ടയർ ചെയ്ത ജനറൽമാർക്കൊക്കെ 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ പുസ്തകം എഴുതും. അത് അവരുടെ വ്യൂ മാത്രമാണ്. പണ്ട് ചൈനീസ് അറ്റാക്കിനെ കുറിച്ചിട്ട് ജനറൽ കൗൾ സഹിതം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിപ്പോ ഈ പുസ്തകത്തിന്റെ തന്നെ കർത്താവ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. ജനറൽ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. അപ്പോ ഈ ഒരു എന്താ പറയണ ഒരു സില്ലി ആയിട്ടുള്ള ആർഗ്യുമെന്റ് കൊണ്ടുവന്ന് നമ്മുടെ വളരെ പ്രശംസനീയമായ വിധത്തിൽ നിലവിലിരിക്കുന്ന ഇന്ത്യൻ സൈന്യ ഓർഗനൈസേഷനെ എല്ലാം താറടിക്കുന്ന രീതിയിലുള്ള പ്രവണത അത് പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്നത് വളരെ കഷ്ടമാണ്. ഇതിന്റെ പേരിൽ പാർലമെന്റിൽ ചുമ്മാ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹീറോയിസം ആണെന്ന് കരുതുന്ന പാർട്ടിക്കാരെയും ജനം തിരിച്ചറിയും എന്ന വിശ്വാസത്തോടുകൂടി എന്റെ ഈ ആഴ്ചത്തെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.